വിടുകില്ല നാഥൻ. നിത്യതയിൽ ഞാൻ ചേരുവോളം വാനവും ഭൂമിയും മാറിയെന്നാലും മാറ്റിടുകില്ല നാഥൻ. നിത്യതയിൽ ഞാൻ ചേരുവോളം വിശ്വസിക്കുന്നു ഞാൻ ഇന്നുമെന്നും. നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു. വിശ്വസിക്കുന്നു ഞാൻ ഇന്നുമെന്നും. നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ. തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ. നിന്റെ സൗഖ്യതാതൻ എന്നു ചൊന്നതാ. ഞാൻ നിന്റെ സൗഖ്യതാതൻ എന്നു ചൊന്നതാ. വല്ലഭനേശുവിൻ അടിപ്പിണരുകള സൗഖ്യം ലഭിച്ചിടുമേ. വിശ്വസിച്ചിടുന്ന നിമിഷത്തിൽ വല്ലഭനേശുവിൻ അടിപ്പിണരുകള സൗഖ്യം ലഭിച്ചിടുമേ. വിശ്വസിച്ചിടുന്ന നിമിഷത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ഇന്നുമെന്നും. നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു. വിശ്വസിക്കുന്നു ഞാൻ ഇന്നുമെന്നും. നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ. തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ. ദുഃഖങ്ങൾ ശോധനകൾ ദിനം ഏറുമ്പോ. ദുഃഖങ്ങൾ ശോധനകൾ വാ തുറന്ന് പഠിക്കേ. ദിനം ഏറുമ്പോ കഷ്ടം സഹിച്ച പ്രിയനമേശു ആശ്വാസം നൽകിടുമേ. നിത്യ തേജസ്സും ഞാൻ പ്രാപിക്കുമേ. കഷ്ടം സഹിച്ചത പ്രിയനമേശു ആശ്വാസം നൽകി. ആൺകുഞ്ഞുങ്ങൾ മാത്രമേ പാടുന്നുള്ളൂ, പെൺകുഞ്ഞുങ്ങൾ പാടുന്നില്ലേ? ഉറക്കെ ഞാൻ പ്രാപിക്കുമേ. വിശ്വസിക്കുന്നു ഞാൻ നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു. വിശ്വസിക്കുന്നു ഞാൻ ഇന്നുമെന്നും. നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ. തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ. ശ്രദ്ധിക്കുക, പാടുന്ന കുഞ്ഞുങ്ങൾ മുമ്പിൽ വന്നവര് വാ തുറന്ന് ശബ്ദം ഉയർത്തി പാടണം. അവിടുന്നൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ ആൺകുഞ്ഞുങ്ങൾ മാത്രമേ ശബ്ദം ഉയർത്തി പാടുന്നുള്ളൂ. പെൺകുഞ്ഞുങ്ങൾ അറിയത്തില്ലേ? അറിയാമോ? ശരി, വീണ്ടും കൈയടിച്ച്
റെഡി? 1, 2, 3. കൈയടിച്ച് വിശ്വസിക്കുന്നു ഞാൻ ഇന്നുമെന്നും നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ. ശരി, റെഡി? ഇപ്പം ഈ പാട്ട് നന്നായിട്ട് അറിയാവുന്ന പെൺകുഞ്ഞുങ്ങൾ ഒന്ന് കൈ ഉയർത്തിക്ക്. ഒരു 4 പേര് എഴുന്നേറ്റ് പാടാം. 4 പേര് വേഗം. ആൺകുഞ്ഞുങ്ങൾ അറിയാവുന്നവര് ഒരാളെ ഉള്ളോ? കൈ ഉയർത്തിക്ക്. 1, 2 എഴുന്നേറ്റ് വേഗം. ഫ്രണ്ടി വാ, ഇവിടെ സ്റ്റേജ് വാ, ഓടിയോ ധൈര്യമായിട്ട്. മൈക്രോഫോൺ എടുത്ത് ആൺകുഞ്ഞുങ്ങൾക്ക് സ്റ്റേജ് വാ. ഈ മൈക്രോഫോൺ കയ്യിലെടുത്ത് എടുത്തോ, എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. തുറന്ന് പാടണേ. വാഗ്ദത്തം ചെയ്ത നാഥൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്ത നാഥൻ വാക്കുമാറുമോ? വാനവും ഭൂമിയും മാറിയെന്നാലും മാറ്റിടുകില്ല നാഥൻ. നിത്യതയിൽ ഞാൻ ചേരുവോളം വാനവും ഭൂമിയും മാറിയെന്നാലും മാറ്റിടുകില്ല നാഥൻ. നിത്യതയിൽ ഞാൻ ചേരുവോളം വിശ്വസിക്കുന്നു ഞാൻ. കൈയടിച്ച് ഇന്നുമെന്നും നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു. വിശ്വസിക്കുന്നു ഞാൻ ഇന്നുമെന്നും നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു. തന്നെ സ്നേഹിക്കുന്നോർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ. തന്നെ സ്നേഹിക്കുന്നോർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ. രാജാധിരാജാവിനെ പൂർണ്ണശോഭയായി രാജാധിരാജാവിനെ പൂർണ്ണശോഭയായി എൻ കണ്കൾ കണ്ടിടും വിശുദ്ധരോടൊത്ത് സ്വർഗീയ സിയോനതിൽ യുഗയുഗങ്ങളായി മോദിച്ചിടും. എൻ കണ്കൾ കണ്ടിടും വിശുദ്ധരോടൊത്ത് സ്വർഗീയ സിയോനതിൽ യുഗയുഗങ്ങളായി മോദിച്ചിടും. വിശ്വസിക്കുന്നു ഞാൻ ഇന്നുമെന്നും നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു. വിശ്വസിക്കുന്നു ഞാൻ ഇന്നുമെന്നും നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു.
മോദിച്ചിടും ഞാൻ. തന്നെ സ്നേഹിക്കുന്നോർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ. രാജാവിനെ പൂർണ്ണശോഭയായി, രാജാവിനെ പൂർണ്ണശോഭയായി എൻ കണ്കൾ കണ്ടിടും വിശുദ്ധരോടൊത്ത് സ്വർഗീയ സിയോനത്തിൽ യുഗയുഗങ്ങളാൽ മോദിച്ചിടും. എൻ കണ്കൾ കണ്ടിടും വിശുദ്ധരോടൊത്ത് സ്വർഗീയ സിയോനത്തിൽ യുഗയുഗങ്ങളാൽ മോദിച്ചിടും. വിശ്വസിക്കുന്നു ഞാൻ ഇന്നുമെന്നും നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു. വിശ്വസിക്കുന്നു ഞാൻ ഇന്നുമെന്നും നാഥന്റെ വചനങ്ങൾ വിശ്വസിച്ചിടുന്നു. തന്നെ സ്നേഹിക്കുന്നോർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ. തന്നെ സ്നേഹിക്കുന്നോർക്കൊരുക്കുന്നതാ അത്ഭുത കാര്യങ്ങൾ ദർശിച്ചിടും ഞാൻ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ പ്രാർത്ഥന മീറ്റിംഗ് ആരംഭിക്കുകയാണ്. വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുമ്പോട്ട് അടുത്തിരിക്കണം. നിങ്ങൾ വന്നതിൽ വലിയ സന്തോഷമുണ്ട്, പക്ഷെ മുമ്പോട്ട് അടുത്തിരിക്കണം. ഇവിടെ പുറകെ ഇരിക്കുന്നവരോട് മുമ്പോട്ട് ഈ ലൈനോട് ചേർന്ന് വന്നിരുന്നേ. ഏറ്റവും പുറകെ ഇരിക്കുന്ന മാതാപിതാക്കൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിച്ച് വിടുക. നിങ്ങളും മുമ്പോട്ട് അടുത്ത് കസേരയിൽ വന്നിരുന്നാട്ടെ. കസേര വേണമെങ്കിൽ അങ്ങ് ചെതറിയിരിക്കുന്നല്ലോ. മുമ്പോട്ട് സ്റ്റേജിനോട് അടുത്ത സൈഡിലോട്ട് കസേര കൊണ്ടുവന്ന് അടുത്തിരുന്നാട്ടെ. അവിടെ അഴിച്ചെതറി നടക്കുന്ന കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിച്ച് മുമ്പോട്ട് വിടുക. എല്ലാവരും കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കുറച്ചു നേരം സ്തോത്രം ചെയ്യണം. വാ തുറന്ന് സ്തോത്രം ചെയ്തേ. ആ ഇടയ്ക്ക് ആ ഗ്യാപ്പോട്ട് ഫില്ല് ചെയ്തേ. നിങ്ങൾ ഇച്ചിരി മുമ്പോട്ട് ഇങ്ങോട്ട് ചേർന്നിരുന്നു. അങ്ങോട്ട് പോവാതെ ഈ പായലോട്ട് ഇങ്ങോട്ട് നീങ്ങിരുന്നു. നിങ്ങൾ വന്നത് നന്നായി. ഇങ്ങോട്ട് ഇച്ചിരുടെ പേടിയാണോ? ഞാൻ അങ്ങോട്ട് വരണോ? വേണോ? ഇങ്ങോട്ട് നീങ്ങിരുന്നോ? കുറച്ചുകൂടെ. വാ തുറന്ന് ശക്തിയോടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. നല്ല സ്ഫുടമായ നല്ല ശബ്ദമുയർത്തി നല്ല ശക്തിയോടെ വായി തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. പോരാ, ശബ്ദം ഉയരുന്നില്ല. ഒന്നുകൂടെ. സ്തോത്രം 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 സ്തോത്രം. ഇനി നമ്മൾ ഹല്ലേലൂയ പറയാൻ പോവാണ്. ഹല്ലേലൂയ അത് ജയത്തിന്റെ ശബ്ദമാണ്. വാ തുറന്ന് അടുത്ത ജംഗ്ഷനിൽ എത്തത്തക്ക രീതിയിൽ നിങ്ങളുടെ സൗണ്ട് മൈക്കിൽ കൂടെ അല്ലാതെ തന്നെ എത്തത്തക്ക രീതിയിൽ എത്രയും ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാൻ പറ്റുമോ അത്രയും വായി തുറന്ന് ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. അങ്ങനെയുള്ളോ? ഒരു 4 ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ട്. റെഡി? ഇനി നിർത്താൻ പറ്റാത്ത രീതിയിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞ് നിർത്താൻ പറ്റാത്ത നിലയിൽ ഹല്ലേലൂയ.
അത്രയുള്ളൂ, നിർത്താൻ പറ്റാത്ത രീതിയിൽ. റെഡി, 1 2 3. പെട്ടെന്ന് കാറ്റുപോയി. വാ തുറന്ന് വീണ്ടും ശബ്ദമുയർത്തി. റെഡി, 1 2 3. അത് ഒരു ഹല്ലേലൂയ. നിർത്തിയാലും പിന്നെയും നിർത്താൻ പറ്റാത്ത രീതിയിൽ വീണ്ടും ശബ്ദം എടുത്ത് പറഞ്ഞു നോക്കിയേ. ശരി, ഇപ്പം ദൈവവചനത്തിൽ നാം വായിക്കുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങളെല്ലാം കൈ ഉയർത്തിക്കുക. അഭിഷേകം പ്രാപിച്ചവർ. ഓക്കെ. അപ്പോൾ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഈ അന്ത്യകാലത്ത് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്ക് ഈ ഭൂമിയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത നൂറ്റാണ്ടിൽ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആത്മപകർച്ചയിൽ ആദ്യമായി അഭിഷേകം പ്രാപിച്ചത് ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താമോ? ആ പെൺകുട്ടിയുടെ പേരറിയാവുന്ന ആരെങ്കിലും? ആർക്കുമില്ല. കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഇവിടുത്തെ യൂത്ത് മീറ്റിങ്ങിന് പങ്കെടുത്ത് വരുന്ന കൈ ഉയർത്തിക്ക്. കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ആരുമില്ല. ശ്രദ്ധിക്കുക, അവളുടെ പേര് ഞാൻ അന്ന് ഇവിടെ ഓർപ്പിച്ചു. അവളുടെ പേര് ആഗ്നസ് ഒസ്മാൻ. ഒന്ന് പറഞ്ഞേ, ആഗ്നസ് ഒസ്മാൻ. അവൾ അഭിഷേകം പ്രാപിച്ചത് ബൈബിളിൽ പഠിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 2:1 അന്ത്യകാലം അവിടെ പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റ്, ഇരുന്ന സ്ഥലം കുലുങ്ങുന്നു, കൊടുമുഴക്കം. അപ്പോൾ അവള് കൂട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണെങ്കിൽ നമുക്കത് സ്വന്തമാക്കാം, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ആഗ്നസ് ഒസ്മാൻ, അവളാണ് ആദ്യമായിട്ട് അഭിഷേകം ഈ കഴിഞ്ഞ, അല്ലെങ്കിൽ 1901 ജനുവരി മാസം 1 സ്വന്തമാക്കിയത്. 1901 ജനുവരി മാസം 1 ആഗ്നസ് ഒസ്മാൻ. അതിനുശേഷം അവിടെയായി ഇരുന്ന് ഓരോരുത്തർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം അവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക്. ഇപ്പം ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ തിരുവനന്തപുരം ഒരു ക്യാമ്പിൽ പങ്കെടുത്തു. അവിടെ ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ മറിഞ്ഞു വീണ് സ്വർഗത്തിൽ പോവുകയും ഒക്കെ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വർഗത്തിൽ പോയി നല്ല സന്തോഷമൊക്കെ പ്രാപിച്ചു. ചില കുഞ്ഞുങ്ങളെയൊക്കെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന പോലെ അടുത്ത റൂമുകളിലൊക്കെ കൊണ്ടുപോയി. ഇന്നിപ്പോൾ അതുപോലെ ഭയങ്കര ഉണർവ് അവിടെ ഇവിടെയൊക്കെ ദൈവം നൽകിക്കൊണ്ടിരിക്കുക. അഭിഷേകം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവം അത് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനാ ദൈവം ഈ അന്ത്യകാലത്ത് ഇങ്ങനെ അഭിഷേകം പകരുന്നതെന്നറിയാമോ? അന്ത്യകാലത്ത് ദൈവം എന്തിനാ ഈ അഭിഷേകം കുഞ്ഞുങ്ങളുടെ മധ്യേ ദൈവം പകരുന്നതെന്ന്? ഇനി നമ്മുടെ സഭയല്ലാതെ മറ്റു സഭകളിലൊക്കെ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ പകരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്തിനാ ദൈവം അഭിഷേകം നൽകുന്നത്? ആർക്കെങ്കിലും പറയാമോ? അഭിഷേകമില്ലെങ്കിൽ നമുക്ക് ഒരു ജയകരമായ ജീവിതം ചെയ്യാൻ സാധിക്കത്തില്ല. ഫിലിപ്പിയർ 3:21 സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയാൽ ഈ താഴ്ചയുള്ള ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്, നമ്മെ ജയജീവിതത്തിന് നമ്മെ ഒരുക്കുന്നത്. അതുകൊണ്ട് അഭിഷേകമില്ലാതെ ഒരാൾക്ക് ജയകരമായൊരു ജീവിതം ചെയ്യുവാൻ കഴിയില്ല. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ കഴിയുകയില്ല. ലോകമോഹങ്ങളെ വർജിപ്പാൻ,
പൈശാചിക ശക്തിയെ ജയിക്കാൻ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിന് ദൈവം അഭിഷേകം നൽകുകയാണ്. ഈ അഭിഷേകത്താൽ ഒരു കൂട്ടർ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ വേറൊരു കൂട്ടർ തള്ളപ്പെടാൻ റെഡിയായിട്ട് നിൽക്കുക. എതിർക്രിസ്തുവിൻ്റെ ഭരണം വാതുക്കലായിരിക്കുകയാണ്. ഭീകരനായ ഭരണാധികാരി മുഴു ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ അതിൻ്റെ മുഴു ശക്തിയോടെ ആ ഭരണം വെളിപ്പെട്ടു വരുമോ എന്ന് തന്നെ നമ്മൾ ഭയപ്പെടേണ്ട നിലയിൽ കാര്യങ്ങളൊക്കെ റെഡിയായിരിക്കുക. ശരിയാണോ? 666 എന്നുള്ള മുദ്ര വലത് കൈമേലോ നെറ്റിമേലോ ഏൽക്കാതെ വിൽക്കാനോ വാങ്ങാനോ കഴിയാൻ പറ്റാത്ത ഒരു കാലം വരുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സംഭവങ്ങളൊക്കെ വരിക. അതിനിടയ്ക്ക് ദൈവത്തിൻ്റെ മക്കൾ ദൈവരാജ്യത്തിലേക്ക് പോകും. യേശുവിൻ്റെ വരവിങ്കൽ അവരെടുക്കപ്പെടും. എന്നാൽ കൈവിടപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. കൈവിടപ്പെടുന്നവര് അവർ ഈ ഭൂമി കിടക്കും. അന്ന് 666 എന്നുള്ള മുദ്ര വലത് കൈമേലോ നെറ്റിമേലോ ഏൽക്കാത്തത് ആരാണെന്ന് ചോദിച്ചാൽ ബൈബിളിൽ പറയുന്നു, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത എല്ലാവരും ആ ബിംബത്തെ വണങ്ങും, നമസ്കരിക്കും, ആ മുദ്ര ഏൽക്കും. ആ വാക്യം എങ്ങനാ? കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും. അപ്പൊ നമ്മുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതുന്ന എപ്പോഴാ? ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന എപ്പോഴാ? ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, ജീവൻ പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നത്. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ഒരാളുടെ പേരെഴുതുന്ന എപ്പോഴാ? അഭിഷേകം പ്രാപിക്കുമ്പോഴാണ്. അപ്പോൾ അഭിഷേകം പ്രാപിച്ച് തള്ളപ്പെട്ടു പോയവർ മുദ്രയേൽക്കാതെ രക്തസാക്ഷി മരണം സ്വീകരിക്കുന്നത് ഈ ജീവപുസ്തകത്തിൽ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാ. അല്ലാത്തവരെല്ലാം ബിംബത്തെ വണങ്ങും, നമസ്കരിക്കും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്കും കൂടെ ചിലരെ അഭിഷേകം ഇന്ന് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരെങ്കിൽ പോയില്ലേ പോലും മുദ്ര ഏൽക്കാതെ രക്തസാക്ഷി മരണം സ്വീകരിക്കാൻ വേണ്ടി ഇന്ന് ദൈവം ചിലരെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തിനു വേണ്ടി അഭിഷേകം വേണ്ടേ? ഉറക്കെ പറഞ്ഞാട്ട്, നിങ്ങൾക്ക് എന്തിനു വേണ്ട അഭിഷേകമാണ് വേണ്ടത്? ജയകരമായൊരു ജീവിതം ചെയ്ത് കർത്താവിൻ്റെ വരവിങ്കൽ പോകാൻ ഉള്ള അഭിഷേകം അതാണോ? കൈവിടപ്പെട്ടതിന് ശേഷം മുദ്രയേൽക്കാതെ രക്തസാക്ഷി മരണം സ്വീകരിക്കാൻ വേണ്ട അഭിഷേകം ഏതാ അഭിഷേകം വേണ്ടേ? ഉറക്കെ പറഞ്ഞാട്ട്, ജയകരമായൊരു ജീവിതം ചെയ്ത് കർത്താവിൻ്റെ വരവിങ്കൽ പോകാൻ വേണ്ട അഭിഷേകം. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടച്ച് മുഴങ്കാൽമേലിരുന്ന് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് മനസ്സലിയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, നിന്റെ കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ. നമ്മുടെ കരങ്ങളെ നമുക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ബലപ്പെടുത്തണമേ. ഈ യൂത്ത് മീറ്റിങ്ങിന് ഞാൻ പങ്കെടുത്തത് എൻ്റെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ആത്മിക അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതായിരിക്കട്ടെ. ആഗ്രഹിക്കുന്നവർ മാത്രം തങ്ങളുടെ കണ്ണുകളെ അടച്ചാട്ട്, ആഗ്രഹിക്കുന്നവർ മാത്രം തങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ട്, ആഗ്രഹിക്കുന്നവർ മാത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ വിട്ടുകൊടുക്കാം. ആരും മൗനമായിരിക്കരുത്. അലറിക്കരയാം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അന്ത്യകാലത്തിൻ്റെ ഉണർവ് ഇന്ന് പകൽ നമ്മുടെ മധ്യേ കത്തിപ്പടരട്ടെ, ആളിക്കത്തട്ടെ. ഒരഭിഷേകം നമ്മുടെ മേൽ കർത്താവ് ചൊരിയട്ടെ. വായി തുറന്ന് ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ട്, വാ തുറന്ന് സ്തോത്രം ചെയ്താട്ട്, അലറി കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ വിട്ടുകൊടുക്കാം.
ഹല്ലേലൂയ. ദൈവശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാല അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുന്ന സ്ഥലം മറക്കുവാൻ ദൈവകൃപ ഞങ്ങളുടെ മധ്യ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവശക്തി ഞങ്ങളുടെ മധ്യ വ്യാപരിക്കട്ടെ. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും അറിയാവുന്ന ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ പാട്ട് താളിലെ ഒരു പാട്ട് നമ്മളുടെ യൂത്ത് മീറ്റിങ്ങിന് വേണ്ടി നാം പാടുകയാണ്. ആശ്വാസപ്രദനാം പരിശുദ്ധാത്മാവ്. ഈ പാട്ട് അറിയാവുന്നൊരു കൈ ഉയർത്തിക്കേ. ഈ പാട്ട് അറിയാവുന്നൊരു കൈ ഉയർത്തിക്കേ. കൈയടിച്ച് ആശ്വാസപ്രദന പരിശുദ്ധാത്മാവേ, ആദിയിലെന്ന പോലിറങ്ങണമേ. ആശ്വാസപ്രദന പരിശുദ്ധാത്മാവേ, ആദിയിലെന്ന പോലിറങ്ങണമേ. അന്ത്യകാലമല്ലോ കർത്തൻ വരവു സമീപമല്ലോ. അന്ത്യകാലമല്ലോ കർത്തൻ വരവു സമീപമല്ലോ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടും മുഴക്കത്തോടെ കാറ്റാ, കൊടും കാറ്റാ, അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റാ, കൊടും കാറ്റാ, അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. പെന്തക്കോസ്ത് നാളതിൽ ശക്തിയായി ഇറങ്ങിയപ്പോ പിന്മഴയിന്നാവി പകരണമേ. പെന്തക്കോസ്ത് നാളതിൽ ശക്തിയാൽ ഇറങ്ങിയപ്പോ പിന്മഴയിന്നാവി പകരണമേ. ദേശമുണർന്നിടട്ടെ, മേല വിശാലമായിടട്ടെ. ദേശമുണർന്നിടട്ടെ, മേല വിശാലമായിടട്ടെ. ഉറക്കെ പാഴുകിടട്ടെ ആത്മ കൃപയും നദി. ആത്മനദി കവിഞ്ഞൊഴുകിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റാ, കൊടും കാറ്റാ, അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റാ, കൊടും കാറ്റാ, അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. ജീവന്റെ വചനങ്ങൾ പാലിച്ചു ജീവിച്ചിടാം, ജ്യോതിസായി ലോകത്തിൽ ശോഭിക്കുവാൻ. ജീവന്റെ വചനങ്ങൾ പാലിച്ചു ജീവിച്ചിടാം, ജ്യോതിസായി ലോകത്തിൽ എണ്ണ
പകരണമേ, സ്നേഹജ്വാലയായി മാറിടുവാൻ എണ്ണ പകരണമേ, സ്നേഹജ്വാലയായി മാറിടുവാൻ പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിന്നതി, പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞു കൃപയിന്നതി, കൊടും മുഴക്കത്തോടെ കൊടും അഗ്നി അഭിഷേകം, കൊടും മുഴക്കത്തോടെ കാറ്റ, കൊടും കാറ്റ, അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ, കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയ പോ, തീയാലിന്ന് ഉത്തരം നൽകണമേ, കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയ പോ, തീയാലിന്ന് ഉത്തരം നൽകണമേ, യാഗമെരിഞ്ഞിടട്ടെ പൂർണ്ണപ്രസാദമായിടുവാൻ, യാഗമെരിഞ്ഞിടട്ടെ പൂർണ്ണപ്രസാദം, പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ, പാഞ്ഞൊഴുകിടട്ടെ, കവിഞ്ഞൊഴുകിടട്ടെ, കൊടും മുഴക്കത്തോടെ കാറ്റ, കൊടും കാറ്റ, അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ, കൊടും മുഴക്കത്തോടെ കാറ്റ, കൊടും കാറ്റ, അഗ്നി അഭിഷേകം ഇറങ്ങി. ശരി, ഈ വർഷം സുവിശേഷയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കൈ ഉയർത്തിക്ക്. റെഡി? ആരിലും ഉണ്ടോ ഈ വർഷം കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു? ആരുമില്ല. ആഗ്രഹമുണ്ട്, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, ആഗ്രഹമുണ്ട്, എപ്പോഴിറങ്ങുമെന്ന് അറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിക്ക്. ഒന്ന് എഴുന്നേറ്റേ, ഒന്ന് എഴുന്നേറ്റേ, എഴുന്നേറ്റേ. അവിടെ സൗകര്യമാരുടെ ഭാഗത്ത്, ഇവിടെ സൗകര്യമാരുടെ ഭാഗത്ത് 4 പേര് എഴുന്നേറ്റുക. ഇനി ആരെങ്കിലും ഉണ്ടോ? ആഗ്രഹമുണ്ട്, ദൈവം വിളിച്ചാൽ ഞാൻ പോവാം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടവരെ ഒന്ന് കൈ ഉയർത്തിക്ക്. ഇവിടെ സഹോദരന്മാരാണല്ലോ എഴുന്നേക്കും. എഴുന്നേറ്റ്, നിങ്ങളിങ്ങ് വന്നേ, ഇവിടെ വന്നേ, ഇവിടെ ഇരുന്നേ, ധൈര്യമായിട്ട് എഴുന്നേറ്റ്, ഓടി വാ, എഴുന്നേറ്റ് ഇവിടെ വാ, ഇവിടെ വന്നേ. സൗകര്യമാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ആഗ്രഹമുണ്ട്, ദൈവം വിളിച്ചാൽ ഞാൻ പോവാം. ലൈനായിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആ, ഒരാള്. ഇനി ആരെങ്കിലും ഉണ്ടോ? വേഗം വേഗം അവിടെ വന്നിരുന്നു. ആരെങ്കിലും ഒരാളെ ഉള്ളോ? അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, നല്ല ഒരു ഉത്തമ വിശ്വാസിയായിട്ട് ജീവിക്കാൻ, ദൈവത്തിന് വേണ്ടി പ്രകാശിപ്പാൻ, അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിക്ക്. അതിനും ആരുമില്ല. ഓക്കെ, ശരി. പാടാനായിട്ട് കൃപയുണ്ട്. പിന്നെ ഒരു 4 പേര് പാടാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റേജിൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ 4 പേര് മുമ്പ് എഴുന്നേക്കും. 4 പേർക്ക് ഇത് വേലയ്ക്ക് ഇറങ്ങാനൊന്നും അല്ല, പാടാം. അഭിഷേകമുണ്ട്, ദൈവം അഭിഷേകം തന്നിട്ടുണ്ട്. അഭിഷേകം പ്രാപിച്ചവർ പാടാനായിട്ട് കൃപയുള്ള ഒരു 4 പേര്. വേഗത്തിൽ ആരിലുണ്ടോ? ആ, എഴുന്നേറ്റോ, വേഗം. 2 പേരേ ഉള്ളൂ. അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, പാടാൻ കൃപയുള്ള 2 പേരേ ഉള്ളൂ. ഇനി ആരിലും ഉണ്ടോ? അല്ല.
എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് നാം പാടാൻ പോവുകയാണ് സന്തോഷത്തോടെ. എല്ലാവരും വാ തുറന്ന് ആശ്വാസപ്രദനാം പരിശുദ്ധാത്മാവേ, ആദിയിലെന്ന പോലിറങ്ങണമേ. ആശ്വാസപ്രദനാം പരിശുദ്ധാത്മാവേ, ആദിയിലെന്ന പോലിറങ്ങണമേ. അന്ത്യകാലമല്ലോ സമീപമല്ലോ, അന്ത്യകാലമല്ലോ വരവു സമീപമല്ലോ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടും മുഴക്കത്തോടെ കാറ്റായി, കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി, കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. പെന്തക്കോസ്നാളിൽ ശക്തിയായി ഇറങ്ങിയപ്പോൾ പിന്മഴയിൽ ആവി പകരണമേ. പെന്തക്കോസ്നാളിൽ ശക്തിയായി ഇറങ്ങിയപ്പോൾ പിന്മഴയിൽ ആവി പകരണമേ. ദേശമുണർന്നിടട്ടെ, വിശാലമായിടട്ടെ. ദേശമുണർന്നിടട്ടെ, വിശാലമായിടട്ടെ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടും മുഴക്കത്തോടെ കാറ്റായി, കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി, കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കർത്താവിന്റെ വചനങ്ങൾ പാലിച്ചു ജീവിച്ചിടാൻ, ജ്യോതിസാലോകത്തിൽ ശോഭിക്കുവാൻ. ജീവന്റെ വചനങ്ങൾ പാലിച്ചു ജീവിച്ചിടാൻ, ജ്യോതിസാലോകത്തിൽ ശോഭിക്കുവാൻ. എണ്ണ പകരണമേ, സ്നേഹജ്വാലയായി മാറിടുവാൻ. എണ്ണ പകരണമേ, സ്നേഹജ്വാലയായി മാറിടുവാൻ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടും മുഴക്കത്തോടെ കാറ്റായി, കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി, കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയപ്പോൾ തീയാലിക്ക് ഉത്തരം
പൂർണ്ണപ്രസാദമായിടുവാൻ യാഗമെരിഞ്ഞിടട്ടെ. പൂർണ്ണപ്രസാദമായിടുവാൻ പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി. കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടുമുഴക്കത്തോടെ കാറ്റായി
കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നി അഭിഷേകം ഇറങ്ങിടട്ടെ. Hallelujah. 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 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിലിരിക്കുന്നവർ അവിടെ ഇരിക്കുക, ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യേ പരിവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ കണ്ണുകളും അടയട്ടെ. ആര് കണ്ണുകൾ തുറക്കരുത്. ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ കരങ്ങളും ഉയരട്ടെ. ദൈവസന്നിധിയിലേക്ക് എല്ലാ കരങ്ങളും ഉയരട്ടെ. ആരും മൗനമായി ദൈവത്തിന്റെ പാദമെടുത്തിരിക്കരുത്. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ട് ഉത്തരമരുളിയ ദൈവം, അതേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുവാൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. നമ്മെ ബലപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ബാലിന്റെ ശക്തികളെ നശിപ്പിക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകം ഇതാ ഇറങ്ങുന്നു. മന്ത്രവാദത്തിന്റെ ശക്തിയെ തകർക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങുന്നു. ആഭിചാരത്തിന്റെ ശക്തിയെ തകർക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങുന്നു. ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കാം. ഹല്ലേലൂയ. കരകൾ അടിക്കണമോ കരകൾ അടിച്ചുകൊള്ളുവിൻ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് നീ ചെയ്തുകൊള്ളുവിൻ. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം നമ്മുടെ മധ്യേ അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. ശരീരത്തെ വിട്ടുകൊടുക്കാം. അന്യഭാഷകളിൽ നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. ദൈവം നമുക്ക് അഗ്നി നാവുകളെ തന്നിരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അവൻ ആത്മാവിൻ മർമ്മങ്ങളെ സംസാരിക്കുന്നു. കൃപകൾ ജ്വലിക്കട്ടെ, കൃപകൾ ജ്വലിക്കട്ടെ.
വരങ്ങൾ ജ്വലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയ ഭൂ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയ ഭൂ തീയാലിനുത്തരം നൽകണമേ. യാഗമെരിഞ്ഞിടട്ടെ ഗുണപ്രസാദമായിടുവാൻ. യാഗമെരിഞ്ഞിടട്ടെ പ്രസാദമായിടുവാൻ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയപ്പോൾ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയപ്പോൾ തീയാലിനുത്തരം നൽകണമേ. യാഗമെരിഞ്ഞിടട്ടെ ഗുണപ്രസാദമായിടുവാൻ. യാഗമെരിഞ്ഞിടട്ടെ ഗുണപ്രസാദമായിടുവാൻ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയപ്പോൾ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയപ്പോൾ തീയാലിനുത്തരം നൽകണമേ. യാഗമെരിഞ്ഞിടട്ടെ ഗുണപ്രസാദമായിടുവാൻ. യാഗമെരിഞ്ഞിടട്ടെ ഗുണപ്രസാദമായിടുവാൻ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയപ്പോൾ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയപ്പോൾ തീയാലിനുത്തരം നൽകണമേ. യാഗമെരിഞ്ഞിടട്ടെ ഗുണപ്രസാദമായിടുവാൻ. യാഗമെരിഞ്ഞിടട്ടെ ഗുണപ്രസാദമായിടുവാൻ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയപ്പോൾ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയപ്പോൾ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ട കൊണ്ടരുളിയപ്പോൾ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ പർവ്വതത്തിൽ തീ 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 കൊണ്ടരുളിയപ്പോൾ
പോൽ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയ പോൽ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയ പോൽ തീയാലിനുത്തരം നൽകണമേ. Hallelujah. 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 മൗനമായിരിക്കരുത്, മൗനമായിരിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അധമമായതൊഴിച്ച് ഉത്തമമായത് നീ പ്രസ്താവിക്കുന്നുവെങ്കിൽ നീ എന്റെ വായ് പോലെ. പരിശുദ്ധാത്മാവ് നൽകുന്ന ശബ്ദം വെളിയിൽ വരട്ടെ. നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം പിശാച് കേൾക്കുമ്പോൾ അവൻ അലറി ഓടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് പലരെയും സ്പർശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ നാവിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ശരീരത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. Hallelujah. 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 തീടാൻ ഭൂമിയിൽ വന്ന പരാ, തീടാൻ ഭൂമിയിൽ വന്ന പരാ, അയ്യോ തിന്മ പെരുകുന്നു കാണണമേ, അയ്യോ തിന്മ പെരുകുന്നു കാണണമേ. തീ കൊണ്ട് നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, തീ കൊണ്ട് നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. തീടാൻ ഭൂമിയിൽ വന്ന പരാ, തീടാൻ ഭൂമിയിൽ വന്ന പരാ, അയ്യോ തിന്മ പെരുകുന്നു കാണണമേ, അയ്യോ തിന്മ പെരുകുന്നു കാണണമേ. ഓ തീ കൊണ്ട് നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീ കൊണ്ട് നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ ആത്മതീയാൽ അഭിഷേകം ചെയ്യണമേ, ആത്മതീയാൽ
ചെയ്യണമേ. തീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. തീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. തീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. തീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. തീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. തീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. തീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ, ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മതീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എത്ര നിയന്ത്രിപ്പാൻ ശ്രമിച്ചാലും നിനക്ക് നിന്നെ നിയന്ത്രിപ്പാൻ കഴിയാത്ത നിലയിൽ ഇതാ പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടു കഴിഞ്ഞിരിക്കുകയാണ്. പാപത്തിന്റെ ശക്തി എത്ര നിന്നെ നിയന്ത്രിപ്പാൻ ശ്രമിച്ചാലും ദൈവശക്തി നിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പൈശാചിക ശക്തി എത്രത്തോളം നിന്നെ നിയന്ത്രിപ്പാൻ ശ്രമിച്ചാലും അവന് നിന്നെ നിയന്ത്രിപ്പാൻ കഴിയാത്ത നിലയിൽ നിന്റെ കാലഗതികൾ അവന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. Hallelujah. 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 ഞാൻ തീ കൊണ്ട് ഉത്തരം പറയുന്ന ദൈവം എനിക്കായി കാത്തിരിക്കുന്ന യാഗത്തെയും യാഗവസ്തുവിനെയും വിറകിനെയും
മണ്ണിനെയും ചാമ്പലാക്കാൻ കഴിയുന്ന ദൈവം ഞാൻ എത്ര ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നി എത്ര ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന യാഗവസ്തുവിനെ, വിറകിനെ, മണ്ണിനെ ദഹിപ്പിക്കുവാൻ കഴിയുന്ന അഗ്നിയാണ് ഞാനെന്ന്. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലേ, നീ ഒരു മണ്ണായിരിക്കാം, കത്തുവാൻ കൊതിക്കുന്നൊരു വിറകായിരിക്കാം, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു യാഗവസ്തു ആയിരിക്കാം. ദൈവം നിന്റെ പ്രകൃതി അറിയുന്നു. നീ വെറും പൊടിയെന്ന് അവൻ ഓർക്കുന്നു. Hallelujah. Hallelujah. ലജ്ജിക്കേണ്ട. ദൈവത്തിന് എന്നെ ഉപയോഗിപ്പാൻ കഴിയുമോ എന്നോർത്ത് നീ വ്യാകുലപ്പെടേണ്ട. ദൈവാത്മാവ് വീണ്ടും ഓർപ്പിക്കുകയാണ്, നീ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മണ്ണാണെങ്കിൽ ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. എനിക്ക് തോന്നുന്നു അതിന്റെ മേൽ ഒരക്കിനി ഇറങ്ങുന്നു. അതിനെ പിന്നെ തൊടുവാൻ ആർക്ക് കഴിയും? നിന്നെ സൂക്ഷിക്കുന്നത് ഞാനത്രേ. ഞാൻ സിയോന്റെ രാജാവ്. ആമേൻ. ഞാൻ സിയോന്റെ രാജാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ജീവിതത്തിന്റെ തോൽവി ഓർത്ത് നെടുവീർപ്പിട്ട് ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കുന്ന ആരെയോ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിപ്പാൻ പോവുകയാണ്. എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് ദുഃഖത്തോടെ വേദനപ്പെടുന്ന പ്രിയ പൈതലേ, നിന്നെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തെ മാറ്റുവാൻ, നിന്നെ ശക്തീകരിപ്പാൻ, നിന്നെ അഭിഷേകം ചെയ്യുവാൻ ഇതാ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യേ ഉലാവിക്കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം എന്നോട് സംസാരിച്ചു. ഹോരബിൽ ഒരു മുൾപടർപ്പുണ്ടായിരുന്നു, ഉപയോഗശൂന്യമായ, ആർക്കും വേണ്ടാത്ത ഒരു മുൾപടർപ്പ്. എന്നാൽ കർത്താവ് തേടി വന്നത് ആ മുൾപടർപ്പിനെയാണ്. അത് ഒരഗ്നിജ്വാലയായി മാറി. മോശ ദൂരെ നിങ്ങൾ നോക്കി, ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയ മുൾപടർപ്പായത് മാറിയതുപോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയ പോൽ തീയാലിന്നുത്തരം നൽകണമേ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയ പോൽ തീയാലിന്നുത്തരം നൽകണമേ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയ പോൽ തീയാലിന്നുത്തരം നൽകണമേ. കർമ്മേൽ തീ കൊണ്ടരുളിയ പോൽ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ തീ കൊണ്ടരുളിയ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ തീ കൊണ്ടരുളിയ പോൽ 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 തീയാലിനുത്തരം നൽകണമേ. ഓ കർമ്മേൽ തീ കൊണ്ടരുളിയ പോൽ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ തീ കൊണ്ടരുളിയ പോൽ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ തീ കൊണ്ടരുളിയ പോൽ തീയാലിനുത്തരം നൽകണമേ. കർമ്മേൽ പർവ്വതത്തിൽ തീ കൊണ്ടരുളിയ പോൽ തീയാലിനുത്തരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവാത്മാവ് ഏതെങ്കിലും വിഷയം നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ, ദൈവാത്മാവ് ഏതെങ്കിലും ഒരു ദർശനം തന്നെങ്കിൽ, അത് പൊതുവിൽ വന്ന് പറയുവാൻ 1-2 പേർക്ക് അവസരം തരാം. ഒരു പക്ഷേ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ഒരു തീ പോലെ പടരുവാൻ പോവുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ മുമ്പോട്ട് വരാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ദർശനമോ പൊതുവിൽ പറയുവാൻ ആത്മീക വർദ്ധനവിന് ഉതകുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ദൈവാത്മാവ് നിങ്ങളിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് പറയുവാനുള്ള അവസരമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ മുമ്പോട്ട് വരാം. 2 പേർക്ക് വേഗം. ലജ്ജിക്കരുത്. ഇവിടെ നാം ലജ്ജിച്ചാൽ പിതാവിൻ്റെ മുമ്പിൽ നാം ലജ്ജിക്കും. ഇന്നിവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ആളി കത്തട്ടെ. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സ്വർഗത്തിലെ തീയായി ആ വാക്ക് മാറട്ടെ. ഹല്ലേലൂയ. വേഗം വേഗം, സമയം തീരുകയാണ്. ഏതെങ്കിലും ദർശനമോ ഏതെങ്കിലും ദൈവശബ്ദമോ നിങ്ങൾ കേട്ടെങ്കിൽ ലജ്ജ കൂടാതെ ഓടി വരാം വേഗത്തിൽ. ലജ്ജിക്കരുത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണുകളെ അടയ്ക്കാം. 1 മിനിറ്റ് കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ മുറ്റുമായി വിട്ടുകൊടുക്കാം. ആരും കണ്ണുകൾ തുറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ അഗ്നി നമ്മുടെ മധ്യേ കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ സ്പർശനം അനുഭവിക്കുന്നവർ മൗനമായിരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നോണായിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മധ്യയുള്ള ദൈവ സാന്നിധ്യത്തിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. ആരും ലജ്ജിക്കരുത്. നമ്മുടെ മധ്യയുള്ള ദൈവ സാന്നിധ്യത്തിനായി നമുക്ക് ദൈവസന്നിധി നന്ദിയുള്ളവരായിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ നടുവിലായിരിക്കുന്ന ദൈവത്തെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സിയോന് സ്വന്തം ശത്രു അത് എടുക്കയില്ല. കാരണം ഞാൻ എത്ര സിയോന്റെ രാജാവ് സഹായിപ്പാൻ ആരുമില്ലാതെ നീ ഏലിയാവിനെ പോലെ ആ ചൂരച്ചെടിയുടെ കടലിൽ കിടക്കാം. എന്നാൽ പൂർവസ്ഥിതി മഹത്വമായി തീരാ. നിന്റെ മഹത്വം ശ്രേഷ്ഠമായിരിക്കുക എന്ന് കർത്താവ് അരുളി ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
வல்லமையுண்டு உண்டு அற்புத வல்லமை இயேசுவே இரத்தத்தில் வல்லமையுண்டு உண்டு அற்புத வல்லமை ஆட்டின் கூட்டின் இரத்தத்தில் வல்லமையுண்டு உண்டு அற்புத வல்லமை இயேசுவே இரத்தத்தில் வல்லமையுண்டு உண்டு அற்புத வல்லமை ஆட்டின் கூட்டின் இரத்தத்தில் வல்லமையுண்டு உண்டு அற்புத வல்லமை இயேசுவே இரத்தத்தில் வல்லமையுண்டு உண்டு அற்புத வல்லமை ஆட்டுக்குட்டியின் இரத்தத்தில் வல்லமையுண்டு உண்டு அற்புத வல்லமை இயேசுவே இரத்தத்தில் வல்லமையுண்டு உண்டு அற்புத வல்லமை ஆட்டுக்குட்டியின் இரத்தத்தில் வல்லமையுண்டு உண்டு அற்புத வல்லமை இயேசுவே இரத்தத்தில் வல்லமையுண்டு உண்டு அற்புத வல்லமை ஆட்டுக்குட்டியின் இரத்தத்தில் வல்லமையுண்டு உண்டு அற்புத வல்லமை இயேசுவே இரத்தத்தில் வல்லமையுண்டு உண்டு அற்புத வல்லமை ஆட்டுக்குட்டியின் இரத்தத்தில் வல்லமையுண்டு உண்டு அற்புத வல்லமை இயேசுவே இரத்தத்தில் வல்லமையுண்டு அற்புத வல்லமை ஆட்டுக்குட்டியின் இரத்தத்தில் வல்லமையுண்டு அற்புத வல்லமை இயேசுவே இரத்தத்தில் வல்லமையுண்டு அற்புத வல்லமை ஆட்டுக்குட்டியின் Hallelujah. கர்த்தர் பட்சத்தில் இருக்கிறார். ஷினாமா காஜனா ரமா காஜனானியா ஷினாமா காஜனா உள்ளுகளில் இருக்கிற பிரியமே ஷினாமா காஜனா நானும் பட்சம் இருக்கிறேன். ஷினாமா காஜனா பயப்படாதே. ஷினாமா காஜனா ஷினாமா காஜனா நான் வலது கரத்தை பிடித்திருக்கிறேன். ஷினாமா காஜனானியா ஷினாமா காஜனா பயப்படாதே. ஷினாமா காஜனா நீ தேடுகிற இந்த பொக்கிஷம் நான் என் கையில் இருக்கிறது. பெற்றுக்கொள். ஷினாமா காஜனா ரமா காஷா ஷினாமா காஜனா அந்த வேறொரு அபிஷேகம் ஷினாமா காஜனா ஷினாமா காஜனா என் கையில் இருக்கிறது. பெற்றுக்கொள். ஷினாமா காஜனா என் பிரியமே ஷினாமா காஜனா என் ரூபவதியே ஷினாமா காஜனா பயப்படாதே. ஷினாமா காஜனானியா உன் வலது கரத்தை பிடித்திருக்க கர்த்தர் சொல்கிறார். ஷினாமா Hallelujah. 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 നമ്മുടെ മധ്യയുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി നമ്മുടെ കരങ്ങളുയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ. എല്ലാവർക്കും ഇരിക്കാം. ദൈവ വചനത്തിൽ പരിശുദ്ധാത്മാവ് പ്രവചനാരൂപേണ നമ്മോട് പറഞ്ഞു, ചെങ്കോലും വാഴ്ചയും അവൻ്റെ പക്കൽ. അവൻ നമുക്ക് ജയം തരുവാൻ ശക്തനായി നമ്മോട് കൂടെ ഉണ്ട്. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം
1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് മാത്രമല്ല, സ്നേഹിച്ചൊരു പദവി നമുക്ക് ദാനമായി തരികയാണ്. നമ്മെ രാജ്യവും, എന്നാൽ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയെന്ന, നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി. പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവം നമുക്ക് തന്ന ഈ പദവി അതോർത്ത് സന്തോഷമുള്ളവർ തങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ പാപത്തെ പോക്കി തൻ്റെ രക്തം മൂലമായി, തൻ്റെ രക്തം മൂലമായിട്ട് നമ്മുടെ പാപത്തെ പോക്കി. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രക്തത്താൽ വിടുതലുണ്ട് എന്ന് വിശ്വസിച്ച് പഴയ നിയമകാലങ്ങളിൽ യാഗങ്ങൾ കഴിച്ചിരുന്നു. യാഗങ്ങൾ. വിശുദ്ധ പൗലോസ് എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ പശുക്കിടാങ്ങളുടെ രക്തം ജഡികശുദ്ധി വരുത്തി എങ്കിൽ തന്നെത്താൻ വഴിപാടും യാഗവുമായി അർപ്പിച്ച യേശുവിൻ്റെ രക്തം നമ്മെ എത്രയധികം ശുദ്ധീകരിക്കുമെന്നാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിന് നമ്മെ ശുദ്ധീകരിപ്പാൻ കഴിയും. ഞാൻ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. ഞാനൊരു സ്ഥലത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പം ഒരു 14-15 വയസ്സ് പ്രായമുള്ള ഒരു പൈതൽ, അവന് പനിയായിട്ട് ഫെയ്ത്തോമിലേക്ക് കൊണ്ടുവന്നു. ഫെയ്ത്തോമിലേക്ക് അവന് കിടക്കാൻ നല്ലൊരു കട്ടിലും തലണയും ഒക്കെ റെഡിയാക്കി കൊടുത്ത് അവനെ ഞാൻ സുഖമായിട്ട് കിടക്കാൻ അനുവദിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ മുറിയിൽ കയറി. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് കാഹളമൂതുമ്പോൾ ഭൂതലം വിറയ്ക്കും. പാട്ടറിയാവുന്നൊരു കൈ ഉയർത്തിക്ക്. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ഈ പാട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ടേപ്പ് റെക്കോർഡിൽ ഏതോ ഒരു സ്ഥലത്ത് പാടുന്നതാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും കൂടെ പാടുകയാണ്. അപ്പോൾ അങ്ങേ മുറിയിൽ ഈ പൈതൽ അയ്യോ നിർത്ത് നിർത്ത് എന്ന് പറയുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പം അട്ട ചുരുളുന്ന പോലെ ചുരുണ്ട് കിടന്ന് നിർത്ത് എന്ന് അവൻ കൈയെടുത്ത് പറയുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇച്ചിരി വോളിയം കൂട്ടി, എന്നിട്ട് ഞാനിവിടെ പാടാൻ തുടങ്ങി. അപ്പോൾ ഇവൻ അങ്ങ് 2 കൈയും തലയിലോട്ട് വെച്ചിട്ട് നിർത്ത് നിർത്ത് എന്നാവശ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ രക്തം കേൾക്കുമ്പോൾ പിശാചിന് പേടിയാ. യേശുവിൻ രക്തത്താൽ ജയമെന്ന് പറഞ്ഞാൽ പിശാച് ഭയപ്പെടും. വേറൊരു സ്ഥലത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ തിരുവനന്തപുരം ഭാഗത്ത് എവിടെയും മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിശ്വാസഭവനത്തിൽ ചെന്നു. രാത്രി 12 മണി കഴിഞ്ഞു. അപ്പോൾ വിശ്വാസ വീട്ടിൽ ചെന്ന് കയറിയ ഉടനെ മദർ പറഞ്ഞു, ഇന്ന ആള് പിശാച് ബാധിച്ച് അവിടെ കിടക്കുന്നു, ഒന്ന് ചെല്ലാമോ? നമ്മുടെ ഡ്രൈവറും പോയി, ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ വാഹനം എടുത്ത് നേരെ ഈ വീട്ടിൽ ചെന്ന് കയറിയ ഉടനെ ഇവനെ കൈയും കാലും ഒക്കെ പിടിച്ച് കെട്ടി അവിടെ ഇട്ടിരിക്കുക. കോർട്ടിൽ പന്തുകളി കാണാൻ നിൽക്കുന്ന പോലെ, ഗാലറിയിൽ ആളുകൾ നിൽക്കുന്ന പോലെ ഇവൻ ഇങ്ങനെ കൈകാലുകൾ കെട്ടിയെങ്കിലും പമ്പരം പോലെ കിടന്ന് കറങ്ങുക. കാലുകൊണ്ടൊക്കെ ഡെസ്കൊക്കെ മറിച്ച് കഴുകുകയും ആളുകളെ തൊഴിക്കുകയൊക്കെ ചെയ്യാനുള്ള പവറുണ്ടാകും. കൈയൊക്കെ കെട്ടിയെങ്കിലും ആ കൈയൊക്കെ ഇട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. ഞാൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇവൻ യേശുവിൻ രക്തത്തിന്റെ വിലയാണെന്നറിയാമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പിശാച് ബാധിച്ചതാ. പെന്തിക്കോസ്തിലെ മാതാപിതാക്കളുടെ മകനാ. പൈശാചിക ശക്തി അവനെ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചു,
അവൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ അഡ്രസ്സ് തപ്പി എടുക്കും. CID-യെക്കാളിലും വലിയ ആളുകൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അവൻ്റെ പേര് പറഞ്ഞു, ഇവൻ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണെന്നറിയാമോ? ചോദിച്ച ഉടനെ ഈ പിശാച് അലറാൻ തുടങ്ങി. ഞങ്ങൾ ഒന്നിച്ച് വട്ടം കൂടി നിന്നുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ ആ പാട്ടുകൾ പാടി അങ്ങോട്ട് സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവനിലുള്ള പിശാച് വിട്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മെ സ്നേഹിച്ച യേശു തൻ്റെ രക്തം മൂലമാണ് നമുക്ക് വിടുതൽ തന്നത്. രക്തം മൂലം. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ നാം ഇപ്രകാരം കാണുന്നല്ലോ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ അവന്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. വിശ്വസ്തനും നീതിമാനും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാവുന്നൊരു കൈ ഉയർത്തിക്ക്. വിശ്വസ്തന ദൈവം, അവൻ നീതിമാനാ. അത് പറയാൻ ആ ദൈവം അങ്ങനെയുള്ളവനാണെന്നുള്ള വെളിപ്പാടുള്ളവർ മാത്രം തങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. വിശ്വസ്തൻ, നീതിമാൻ. എന്താ അതിൻ്റെ അർത്ഥം? നാം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കൂടെ ഓർപ്പിക്കുന്നത് ദൈവമല്ല, അത് സാത്താനാണ്. സാത്താൻ ഇങ്ങനെ മനസ്സാക്ഷിയെ വേട്ടയാടും. ഞാൻ പണ്ടൊരിക്കലും നമ്മുടെ ഒരു അപ്പച്ചൻ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു യൂത്ത് മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താറാവിൻ്റെ കഥ അറിയാവുന്നൊരു കൈ ഉയർത്തിയൊക്കെ. താറാവിൻ്റെ ഇല്ല, ആരുമില്ല, ഇല്ല. ആ യൂത്ത് മീറ്റിങ്ങിന് വന്നിട്ടുമില്ല. പണ്ടൊരു അപ്പച്ചൻ പറഞ്ഞ് ഞാൻ ഏറ്റു പറഞ്ഞതാ. ഒരിക്കലൊരു പൈതൽ, അവൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പനൊരു ധനാഢ്യനാണ്. വീട്ടിലൊരു വേലക്കാരന് ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞ് ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ കുറച്ച് താറാവുണ്ടായിരുന്നു. താറാവ് ഇതിന് പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പന്ത് ഈ താറാവിൻ്റെ ദേഹത്ത് വീണു. ഒരു താറാവ് ചത്തുപോയി. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം വേലക്കാരനടുത്ത് വന്നിട്ട് പറഞ്ഞു, സാരമില്ല, പപ്പ വരുമ്പോൾ ഞാൻ പറയത്തില്ല, ഞാനതിനെ കുഴിച്ചിട്ടോളാം എന്ന് പറഞ്ഞു. അപ്പം വേലക്കാരൻ എന്ത് ചെയ്തു? ഈ താറാം കുഞ്ഞിനെ കുഴിച്ചിട്ടു. മോനോട് പറഞ്ഞു സാരമില്ലെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഈ ധനാഢ്യനായ മനുഷ്യൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ വേലക്കാരനോട് പറഞ്ഞു, ഇന്ന ജോലിയൊക്കെ ചെയ്യണം, മോനെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഈ അപ്പൻ അങ്ങോട്ട് പോയതിൻ്റെ പുറകിന് ഈ പൈതലിൻ്റെ അടുക്കൽ ഈ വേലക്കാരൻ പറഞ്ഞു, മോനെ നീ ആ ജോലി ചെയ്, ഈ ജോലി ചെയ്. പറഞ്ഞില്ല, ഞാൻ ചെയ്യത്തില്ല. അപ്പം ഇവൻ എന്തായിരിക്കും പറഞ്ഞേ? താറാവ്. ആ താറാവ് എന്ന് പറഞ്ഞപ്പോൾ ഇവന് കാര്യം മനസ്സിലായി. എന്നെ എൻ്റെ അപ്പന് കൊടുക്കാനുള്ള തന്ത്രമായി ഇത്. ശരി, ഞാൻ ചെയ്തോളാം, ജോലി ചെയ്തോളാം. പിന്നെ എപ്പോഴെങ്കിലും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഉടനെ ഈ വേലക്കാരൻ പറയുന്നത് എന്തറിയാം? താറാവ്. ഈ പാവപ്പെട്ട പൈതല് ജോലിയെല്ലാം ചെയ്യും. ഒരു ദിവസം എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ എൻ്റെ അപ്പനോട് പറയും. അന്ന് ഇവന് ഈ മനസ്സിൽ ഇത് കരുതി വെച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ വേലക്കാരൻ വന്നിട്ട് പറഞ്ഞു, ജോലി ചെയ്യുക. പറഞ്ഞു താറാവോ കീറാവോ, മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പം അപ്പനിങ്ങോട്ട് കയറി വന്ന ഉടനെ അവൻ പറഞ്ഞു, പപ്പ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ തെറ്റുപറ്റി. അന്ന് മുതൽ ഈ വേലക്കാരൻ എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്നെ സഹായിക്കണം. അപ്പം തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് താറാവല്ല വിഷയം, താറാവിനേക്കാളും വില നീയാ. ആ കുഞ്ഞിനെ മാറോട് അണച്ചിട്ട് അപ്പൻ ആ വേലക്കാരനെ എന്നേക്കുമായി വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. നിങ്ങളിങ്ങനെ മനസാക്ഷിയിൽ വേട്ടയാടുന്ന ഏതെങ്കിലും വേലക്കാർ, പിശാച് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പിതാവിനോട് കാര്യം പറയാം, തുറന്നു പറയാം. എല്ലാം പറഞ്ഞാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്, എല്ലാം പറഞ്ഞാൽ അറിയുന്നൊരു ദൈവമുണ്ട്, മനസ്സലിയുന്നൊരു ദൈവമുണ്ട്. ദൈവമേ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി, കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തന് നീതിമാനുമാണ് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം, നമ്മളുടെ തെറ്റോടുകൂടെ നമ്മെ സ്വീകരിച്ച് സാത്താൻ്റെ മുമ്പിൽ പറയും, ഇനി ഇവന് തെറ്റില്ല, ഇവൻ തെറ്റുകാരനല്ല,
ഇവൻ കുറ്റവും കുറവും ഒക്കെ ഇവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എൻ്റെ സന്നിധിയിൽ ഇവൻ ഏറ്റു പറഞ്ഞതുകൊണ്ട് ഇനി ഇവനിൽ പാപം ഇല്ല, ഇവനിൽ കുറ്റം ഇല്ല, ഇവനിൽ കുറവില്ല, ഇവനിൽ പോരായ്മയില്ല. അതാ യേശുവിൻ്റെ രക്തം മൂലം നമുക്ക് സാധ്യമായത്. അവൻ രക്തം മൂലം നമ്മുടെ പാപത്തെ പോക്കി. അതാണ് യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാൻ 1:7 വാക്യത്തിൽ നാം വായിച്ചത്. 1 യോഹന്നാൻ 1:7 വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ, ദൈവത്തിന് സ്തോത്രം, വിടുവിക്കുന്നു. ഈ രക്തത്തിന് വിടുതൽ നൽകുവാൻ കഴിയും. നമ്മുടെ പാപം പോക്കുന്നു, അടുത്തത് വിടുതൽ തരുന്നു. എഫേസ്യ ലേഖനം 1:7 വാക്യത്തില്, എഫേസ്യർ 1:7, അവിടെ നമ്മുടെ കർത്താവ് ചെയ്യുന്നത് എന്താണ്? 1:7 വാക്യം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് അവന്റെ രക്തത്താൽ ഉണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് വിടുതൽ കിട്ടിയിരിക്കുക. വീണ്ടും പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 1:18 വാക്യം. 1 പത്രോസ് 1:18. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുവിന്റെ രക്തത്താൽ നമുക്കൊരു വീണ്ടെടുപ്പ്, വിടുതൽ ദാനമായി തന്നിരിക്കുക. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അപ്പോൾ അവന്റെ രക്തം മൂലം നമുക്ക് പാപമോചനമുണ്ട്, വിടുതലുണ്ട്. അതേ, കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്താൽ നമ്മെ പൂർണ്ണമായി വിടുവിക്കുക മാത്രമല്ല, നമ്മെ രാജാക്കന്മാരാക്കി തീർക്കും. രാജകീയ അഭിഷേകം നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്നത് രാജകീയ അഭിഷേകമാണ്. അഭിഷേകം എന്ന് പറയുമ്പോൾ അതൊരു കിരീടമാണ്. ലേവ്യ പുസ്തകത്തിൽ അഭിഷേകം എന്ന സംസ്കാരം അവൻ്റെ തലയിലിരിക്കുന്നു എന്ന് പറയുമ്പം തമിഴ് ബൈബിളില് അഭിഷേകം എന്ന കിരീടം. അപ്പൊ അഭിഷേകം നാം പ്രാപിക്കുമ്പോൾ നമ്മുടെ തലയിൽ കിരീടമാണ്. അഭിഷേകം പ്രാപിച്ചത് കുഞ്ഞുങ്ങളൊന്ന് കൈ ഉയർത്തിക്കാട്ടെ. അഭിഷേകം പ്രാപിച്ചവര് തലയ്ക്ക് മുകളിൽ കൈ എന്ന് വരട്ടെ. അപ്പൊ അഭിഷേകത്തോടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് രാജകീയ അഭിഷേകം. ഒരു കാര്യം പറഞ്ഞാൽ ആ വാക്കിന് വിലയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ ആ വാക്ക് അതുപോലെ സംഭവിക്കും, അതുപോലെ സാധിക്കും. അപ്പം അധികാരത്തിൻ്റെ ചെങ്കോൽ. അതുപോലെ നമ്മെ പുരോഹിതന്മാരാക്കി തീർത്തിരിക്കുന്നു. അഭിഷേകത്താൽ ദൈവം നമ്മെ പുരോഹിതന്മാരാക്കി. ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ട്. ദൈവസന്നിധിയിലേക്ക് ചെല്ലാനുള്ള പ്രാഗൽഭ്യം. നമ്മൾ പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യപ്പെട്ടെങ്കിൽ നമുക്ക് ധൈര്യമുണ്ട്, പ്രാഗൽഭ്യമുണ്ട്. നമുക്ക് വലിയ കഴിവോ മിടുക്കോ ഒന്നുമില്ലെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാനുള്ള പ്രാഗൽഭ്യമാണ് ഏറ്റവും വിലപ്പെട്ടത്. ദൈവസന്നിധിയിൽ ചെല്ലാനുള്ള പ്രാഗൽഭ്യം. പണ്ട് ഈ 5 വിരൽ വഴക്കുണ്ടാക്കിയ കഥ അറിയാവുന്നവർ കൈയുയർത്തിക്ക്. 5 വിരൽ വഴക്കുണ്ടാക്കിയ കഥ അറിയാവുന്നവർ, ഇവരെല്ലാം കൂടെ വഴക്കുണ്ടാക്കിയ കഥ അറിയത്തില്ല. ഈ 5 വിരലും കൂടെ വഴക്കുണ്ടാക്കി. ആദ്യം ഈ തള്ളവിരല വഴക്കുണ്ടാക്കിയ. എന്താണെന്നറിയാമോ? നിങ്ങളെക്കാളൊക്കെ വണ്ണമൊക്കെ എനിക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഈ തള്ളവിരൽ വഴക്കുണ്ടാക്കി. രണ്ടാമത്തെ ആൾ വഴക്കുണ്ടാക്കി എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു കാര്യം അത് ആധികാരികമായി പറയുമ്പം മനുഷ്യർ ഉപയോഗിക്കുന്നത് എന്നെയാണ്, ചൂണ്ടുവിരൽ. മൂന്നാമത്തെ ആൾ വിട്ടുകൊടുത്തില്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞെന്താ അറിയാമോ? നമുക്കൊന്ന് നിരന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. എല്ലാവരോടും നിരന്ന് നിന്ന് നോക്കി. തലയെടുപ്പ് ആർക്കാന്ന് ചോദിച്ചു. നിങ്ങൾ നോക്കി, നിങ്ങളുടെ കയ്യിലെ തലയെടുപ്പ് അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന വിരലേതാ? മൂന്നാമനാ. അപ്പം നാലാമത്തവൻ വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മനുഷ്യരാദരിക്കുന്നത്, മാനിക്കുന്നത് എന്നെയാ, മോതിരവിരൽ.
മോതിരം അണിയിക്കുന്നത് എന്നെയാ. ശരി, അടുത്ത ആളിനൊന്നും പറയില്ല. അടുത്ത ആളാരാ? അഞ്ചാമൻ. അഞ്ചാമനെ നമ്മൾ വിളിക്കുന്ന എന്താ? കുഞ്ഞൻ വിരൽ, കുഞ്ഞു വിരൽ. പക്ഷെ അവൻ മിടുക്കനായിരുന്നു. അവൻ പറഞ്ഞ എന്താ അറിയുമോ? നമ്മള് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ കൂപ്പുകൈകളോടുകൂടെ, അല്ലെ കൈ ഒന്ന് കൂപ്പിക്കേ, കൂപ്പുകൈകളോടുകൂടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചു. ആരാ? ആരാ? കൈ നോക്കിക്കേ. കുഞ്ഞൻ, കുഞ്ഞു വിരള്, അവനാ മുമ്പിൽ നിൽക്കുന്നത്. ദൈവസന്നിധിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, നമുക്കുള്ള പ്രാഗൽഭ്യം ഇതായിരിക്കണം. നമുക്കൊരു പാട്ടുണ്ട്, നിൻവരവിൽ മുന്നണിയായി ഞാൻ നിന്നിടാൻ, അല്ലേ? ഇങ്ങനെ അത് ഒരു ട്യൂണ് ഞാൻ വിട്ടുപോയി. അറിയത്തില്ലേ? നിന്റെ വരവിൽ മുന്നണിയായി ഞാൻ, വരവിൻ മുന്നണിയായി നിന്നിടണേ. അത് വാഴ്ത്തി വാഴ്ത്തി സ്തുതിക്കുന്നിപ്പോൾ നിൻ വരവിനായി വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. വരവിൻ മുന്നണിയായി നിന്നിടണേ ഞാൻ, നിൻ വരവിൻ മുന്നണിയായി നിന്നിടണേ ഞാൻ. വാഴ്ത്തി വാഴ്ത്തി സ്തുതിക്കുന്നിപ്പോൾ നിൻ വരവിനായി, വാഴ്ത്തി വാഴ്ത്തി സ്തുതിക്കുന്നിപ്പോൾ നിൻ വരവിനായി. അപ്പം നിൻ വരവിൽ മുമ്പ് കർത്താവേ, കണ്ണടഞ്ഞാൽ നിന്റെ അടുക്കൽ തേജസ്സോടെ നിൽക്കുവാൻ, ദൈവസന്നിധിയിൽ തേജസ്സോടെ ആയിരിക്കാൻ, കർത്താവിൻ്റെ വരവെങ്കില് നാം അവൻ്റെ മുമ്പിൽ തേജസ്സോടെ നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന അഭിഷേകം. അഭിഷേകത്താൽ ദൈവം നമ്മെ രാജാക്കന്മാരാക്കി തീർക്കുന്നു. അഭിഷേകത്താൽ നമ്മെ പുരോഹിതന്മാരാക്കി തീർക്കുന്നു. നാം വായിച്ച കുറിവാക്യത്തില് നമ്മെ സ്നേഹിക്കുന്നവൻ, വീണ്ടും 6-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 1-ന്റെ 6-ാം വാക്യം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ ദൈവത്തിന് എന്നേക്കും മഹത്വവും ബലവും. അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താ? അതിന് നമ്മൾ എപ്പോഴും സ്തോത്രം ചെയ്യണം. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം, അല്ലേ? കൊലോസ്യ ലേഖനം 1-ന്റെ 13-ാം വാക്യം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകുക. കണ്ണുകളെ അടയ്ക്കാം. മുഴങ്കാൽമേലിരിപ്പാൻ കഴിവുള്ളവർ മുഴങ്കാൽമേലിരുന്ന് നമുക്ക് നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു 5 മിനിറ്റ് കൂടെ മാത്രം, വേഗത്തിൽ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതെ, യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് തന്ന വിടുതൽ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നമ്മുടെ കരങ്ങളെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. എല്ലാ കരങ്ങളും ഉയരട്ടെ. വായി തുറന്ന് നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ അധരങ്ങൾ ചലിക്കട്ടെ. ലജ്ജിക്കരുത്. പ്രിയ പൈതലേ, നീ രാജാവാ. ദൈവം നിന്നെ പുരോഹിതനാക്കി തീർത്തിരിക്കുക. ദൈവം നിനക്കൊരു പ്രാഗൽഭ്യം തന്നിട്ടുണ്ട്. ലജ്ജിക്കരുത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വാ തുറന്നു പറയാം, യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി, അവന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ ശുദ്ധനായി. ലജ്ജ കൂടാതെ വായി തുറന്നു പറയാം. ലജ്ജിക്കരുത്.
നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ പാടിയിടും. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ഞാട്ടി തീരൂ കുഞ്ഞാട്ടി തീരൂ കുഞ്ഞാട്ടി തീരൂ ഹല്ലേലൂയ ഹല്ലേലൂയ. നാം പിരിഞ്ഞു പോകുവാൻ പോവുകയാണ്. വാ തുറന്ന് നമുക്ക് പറയാം, യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി, തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ ജയമെടുത്തിരിക്കുന്നു. വിശ്വാസത്തോടെ പറയുവാൻ ഉറപ്പുള്ളവർ, യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി. നമ്മളത് പറയുമ്പോൾ പിശാച് ഞെട്ടിപ്പോകും. ഞാൻ ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു മന്ത്രവാദി രക്ഷയിലേക്ക് കടന്നു വന്നു. താൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ തലയാട്ടി. അന്ന് രാത്രി പിശാച് തൻ്റെ അടുക്കൽ വന്നു. താൻ പേടിച്ചു പോയി. പിറ്റേ ദിവസം എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി എന്ന് വാ തുറന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം സാത്താൻ തൻ്റെ അടുക്കൽ വന്നു. ആ വാക്ക് കേട്ടപ്പോൾ പിശാച് ഞെട്ടി ഓടിപ്പോയി. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് എഴുന്നേറ്റ് നിന്ന് പറയാം, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധനായി തീർന്നു. വാ തുറന്ന് പറഞ്ഞാട്ട്, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധനായി തീർന്നു. യേശുവിൻ്റെ രക്തത്താൽ ഞാൻ വിടുവിക്കപ്പെട്ടു. ഒന്ന് 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞു. നിങ്ങളുടെ ചെവിയിൽ നിങ്ങൾ പറയുന്നൊന്ന് കേൾക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി. 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 കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ കുഞ്ഞാട്ടിൻ തീരു പാടിടും. ശുദ്ധ
ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നാമത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഈ 2024 വർഷത്തിൻ്റെ കൺവെൻഷൻ ആൾക്കുള്ളതാവേ, ഇക്കുറതായ എൻ്റെ യൂത്ത് മീറ്റിംഗായും നന്ദിയോട് സ്തുതിക്കുന്നു. ഒവ്വൊരു പിള്ളേകളെ ദൈവമേ നീ അനുഗ്രഹിച്ചതിനായും നന്ദിയോട് സ്തുതിക്കുന്നു. ഇവിടെ ഉന്നാതാവി മുഴത്തത്തിനാൽ കഴുകി താവേ പിള്ളേകളെല്ലാം ദൈവത്തിൻ്റെ അഭിഷേകത്തിന് അറിയിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവമേ പ്രാപിച്ചതായ അനുഗ്രഹങ്ങളെല്ലാം ദൈവമേ കടേശ് വരെ സൂക്ഷിക്കുവാനും ദൈവത്തിൻ്റെ ശക്തിനാൽ ദൈവം വീണ്ടുമായി നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മീതിയാണ് എൻ്റെ മീറ്റിംഗെല്ലാം ദൈവം അനുഗ്രഹമായി മാറ്റിത്തരും. വിശേഷമായ ദേവദാസനെ കൊണ്ടുവന്ന് ദൈവമേ ഇനി മീറ്റിംഗ് എടുക്കുവാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാലും ശരീരപ്രകാരം ബലപ്പെടുത്തി നാം നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. മീതിയാണ് കാര്യമെല്ലാം ദൈവമേ പൊறுപ്പെടുത്ത് ആശീർവദിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥന കേട്ടതിനായി ശക്തിയോടെ സ്തോത്രം ചെയ്യാം.